ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തൽക്കാലം ആ കേസ് കോടതിയിലേക്ക് എത്തിക്കില്ല എന്ന് ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെയും സിഐയുടെയും വാക്കുകൾ നീ ധിക്കരിച്ച ആ കേസ് കോടതിയിലേക്ക് പോകും. പോക്സോ അടക്കമുള്ള വകുപ്പുകളാ. കൊല്ലിഞ്ഞ അത് തന്നെ എന്റെ തീരുമാനം. എത്രയായി? 100. വാടാ പതുക്കെ. സാർ എപ്പടി ഇരിക്കു സാർ? കുഴപ്പമില്ല, ഇത് കുറച്ചാൾ ഇടേണ്ടി വരും. വാടാ. പിടിക്കണോ സാർ? വേണ്ട. വാ. വാടാ ഇരിക്കെ. പതുക്കെ. ശരവണ ഇരിക്കെ. എന്താ ശരവണ, വേറെ ആഘോഷമൊന്നും ഇല്ലേ? എന്റെ മോനെ അവൻ വീഴ്ത്തിയതല്ലേ? അതെല്ലാം ഇருக்கு സാർ. ശരവണ, പെണ്ണ് കേസിലാ ഇവനെ പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രതികരിക്കാൻ നിന്നാല് കേസ് കോടതിയിൽ എത്തിക്കുന്ന അവന്റെ ഭീഷണി. ഹരി സാർ, നീങ്ക ഭയപ്പെട വേണ്ട. കൺമുന്നാടി നടക്കണൊന്നും നിജമല്ലേ സാർ? கொஞ்ச நாள் கூட அவர் இதெல்லாம் செய்யும், பார்த்துக்கலாம். அதுக்கப்புறம் அவரை விடாது சார். ആരാ ശരവണ അവരെ തടയുന്നേ? அது இந்த கடவுள் எதுக்கு ஒரு வழி பார்த்து வச்சிருக்கும் സാർ. ദൈവം. ഇപ്പൊ എനിക്ക് ആ കൺസെപ്റ്റിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. കൂടെ നിന്നവർ പോലും ചതിക്കായിപ്പോ, അങ്ങിളടക്കം. രഘുവിന്റെ ചതിയെ കുറിച്ച് പറയാനാണെങ്കിൽ ശരവണനും കൊറേയൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടല്ലോ അല്ലേ? அல்ல சார், நீங்க வந்தது நித்யாமைக்கு தெரியாது. நான் போய் சொல்லி கூப்பிட்டு வரேன். ഇതാ വരുത്. കേട്ടോടാ മോനെ, അവനാളൊരു പാവ, പക്ഷെ സൂക്ഷിക്കണം. എടാ, നമ്മള് വന്നത് നിത്യമോൾ അറിഞ്ഞു കാണൂ? എന്തായാലും അറിഞ്ഞാ വരുവോ? വരും. അയാൾ ഓടി വരും. വിലക്കുകളുണ്ടെങ്കിലും അയാൾക്കിത് സഹിക്കാൻ പറ്റില്ല. മോനെ, അവനെ കൊല്ലണം. അതാ ശരിക്കും വേണ്ടത്. നിത്യമ്മ, നിത്യമ്മ, നിത്യമ്മ. എന്താ ശരവണ? அம்மா, ஹரிசார் வந்திருக்கு. ஹரிசாரோட கையெல்லாம் பிளாஸ்டர் போட்டு வச்சிருக்கு. பார்த்தா தாங்க முடியல. മോള് ചെല്ല്, ഹരിയെ കണ്ടിട്ട് വാ. അമ്മേ, ഞാൻ
ഹരിയെ കാണാൻ പോയാ? ആ CI പറഞ്ഞ കാര്യമല്ലേ, അതൊന്നും കാര്യമാക്കണ്ട. അപകടം പറ്റിയിരിക്കുന്നത് നിന്റെ ഭർത്താവിനാ. CI നിനക്ക് അവകാശം തന്നില്ലെങ്കിലും ദൈവം നിനക്ക് അവകാശം തന്നിട്ടുണ്ട്. മോള് ചെല്ല്. ആമാ. മുൻപൊക്കെ അവനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ രഘുവേട്ടനെയും പേടിക്കണം അല്ലേ ശരവണ? ആഹാ, എങ്ങോട്ടാണാവോ? എനിക്ക് മനസ്സിലായി. ഹരി ഡിസ്ചാർജ് ആയ കാര്യം ഞാൻ അറിഞ്ഞു. കാണാൻ പോവാണോ? അതെ. ബുദ്ധിമുട്ടാവൂല്ലോ നിത്യേ. തൽക്കാലം കാണണ്ട. എനിക്ക് കാണണം. നോക്ക്, അവന്റെ പേരിലുള്ള കേസ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാലോ. തൽക്കാലം ആ കേസ് കോടതിയിലേക്ക് എത്തിക്കില്ല എന്ന് ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെയും സിഐയുടെയും വാക്കുകൾ നീ ധിക്കരിച്ച ആ കേസ് കോടതിയിലേക്ക് പോകും. പോക്സോ അടക്കമുള്ള വകുപ്പുകളാ. അവാർഡിന് അർഹനായ ഒരു എഴുത്തുകാരൻ അത്തരം ഒരു കേസിലകപ്പെട്ട് കഴിഞ്ഞാൽ ന്യൂസ് എന്താവെന്ന് അറിയാലോ. അത് ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ച ആൾക്കൂട്ട വിചാരണയാവും നടക്കുക. പൊതുസ്ഥലത്ത് വെച്ചൊരു പൊഴുത്ത പട്ടിയെ പോലെ അവനെ എല്ലാവരും കല്ലെറിയും. അത് കാണണോ നിനക്ക്? കാണണോ? എങ്കിൽ പിന്നെ വയ്ക്കോ, പൊയ്ക്കോ, പോണില്ലേ? എന്താ മോളെ? എന്നമ്മാ, എന്നാச்சு? ஏன் போகல? അത് ഞാൻ പറഞ്ഞ പോരെ. ഹരിയെ കാണാൻ ഇവൾക്ക് അനുവാദമില്ല. എടാ, അയ്യോ, ഞാനല്ല. വിലക്കിരിക്കുന്നത് നിയമമാ. അത് ധിക്കരിച്ച എന്താ സംഭവിക്കാന്ന് ഞാൻ ഇവളോടൊന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു. മധുര നൊമ്പരക്കാറ്റ്